ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പച്ചുവും കോവലും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മനോഹരമായ ഇൻറ്റീരിയർ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിക്കിൻ്റെ കൂടെ ഒരുമിച്ച് പ്ലേ ചെയ്യുന്നൊരു ഇൻറ്റീരിയർ ലൈറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് പൊളിച്ച് നോക്കാം, അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒരു റിമോട്ടുണ്ട്, റിമോട്ടിൽ നമുക്ക് നോക്കിയാൽ കുറേ മൾട്ടി കളർ ഉണ്ട്. പിന്നെ നമുക്കടുത്ത് വരുന്ന ഈ സെറ്റ് 4 സെറ്റ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഹോൾഡർ ഉണ്ട്, അതായത് നമുക്ക് മൊബൈൽ ചാർജിങ് പോർട്ടിൽ കുത്താൻ വേണ്ടി വരുന്ന ഒരു പിന്നുണ്ട്. അതാണ് ഈ പിന്ന് കാണുന്നത്. അതിൻ്റെ സ്വിച്ചൊക്കെ ഉണ്ട്, ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ അടുത്തതാണ് മെയിനായിട്ട് നമ്മുടെ വരുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ സെറ്റ്. 4 ലൈറ്റ് സെറ്റ് ഉണ്ട്. 4 സീറ്റിൻ്റെ ഇടയിൽ വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് 4 സൈഡിൽ ഫ്രണ്ടിലും ബാക്കിലും സെറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അതുപോലെ ഇത് ഹോൾഡ് ചെയ്യാനുള്ള സാധനമുണ്ട്. അതിനകത്തൊരു IR കൺട്രോളറാണ് കാണുന്നത്, ബോക്സിൽ കാണുന്നത്. അപ്പോൾ IR കൺട്രോളർ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് റിമോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് IRൻ്റെ ഇത് വരുന്നത്. ഇതിനകത്താണ് റിമോട്ട് നമ്മൾ കൊടുക്കുന്നത്. റിമോട്ട് വർക്ക് ചെയ്യുന്നത് ഈ IR സെൻസർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് സൗണ്ടൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം, ഇതെങ്ങനെ അഴിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാവും, ചില ബാക്കിലേക്കുള്ള വയറിന് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. ഫ്രണ്ടിലേക്ക് വയറിലേക്കായാലും ലെങ്ത്ത് കൂടുതലുണ്ട് ബാക്കിലോട്ട്. നമുക്ക് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം, 2 വയറിന് ലെങ്ത്ത് കുറവാണ്. അതുപോലെ 2 കൂട്ടിയിട്ടുണ്ട്. അത് ബാക്കിലേക്ക് നമുക്ക് ആവശ്യത്തിലധികം വയറുണ്ട്. ഒരു വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിലധികം വയർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുള്ള 2 ബൾബുകൾ, അതുപോലെ ബാക്ക് സൈഡിലേക്കുള്ള ബൾബുകളും ഉണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് വേഗണാറിലാണ് ചെയ്യുന്നത്. ഏത് വണ്ടിയിൽ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വേഗണാറിലാണ് ചെയ്യുന്നത്. വേഗണാറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരുവിധം വണ്ടികളിലൊക്കെ വരുന്നത്, ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ബോർഡ് കഴിക്കുന്ന മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാൽ ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ എന്താ കാണിച്ചു തരാം. ഇതിൻ്റെ സെൻറ്റർ ബോർഡ് കാണിച്ചു തരാം. ഇതാണ് സെൻറ്ററിൽ വരുന്ന പോർഷൻസൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് കുറച്ച് സ്ക്രൂസൊക്കെ, അതായത് ഈ കാണുന്നൊരു പോർഷൻ നമുക്ക് അഴിച്ച് മാറ്റണം. എന്നാൽ മാത്രമേ നമ്മൾ അഴിച്ചൊന്ന് ലൂസായി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കൂടെ വയർ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് വയറൊന്നും പുറത്ത് കാണാതെ വൃത്തിയായിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഈ സ്ക്രൂസ്, ഇപ്പോൾ ആദ്യം സ്ക്രൂ കാണിച്ചു, രണ്ടാമത്തെ സ്ക്രൂ ഇവിടെ ഒരെണ്ണമുണ്ട്. അതിപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ മോഡലാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അഴിക്കണം. അതുപോലെ ഇതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ സ്ക്രൂ അല്ല വരുന്നത്, നമ്മുടെ പിന്നാണ് വരുന്നത്. ഞെക്കി കഴിഞ്ഞാൽ തുറന്ന് വരുന്ന പിന്നുണ്ടല്ലോ, ആ പിന്നാണുള്ളത്. ചില വണ്ടികളിൽ സ്ക്രൂ ആയിരിക്കും, അന്ന് സ്ക്രൂ അഴിക്കണം. ഇല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്നത് നോക്കിയറിയാം പിന്നാണുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അഴിച്ചു മാറ്റണം. അപ്പോൾ നമ്മൾ ഈ സാധനം എല്ലാം എടുത്തു. അതിനകത്ത് ഞാൻ പറയാം, എന്താ കുത്താനുള്ളൊരു പോർട്ടുണ്ട്. ആ പോർട്ടിലാണ് നമ്മൾ ഇത് കുത്തുന്നത്. ഇത് കുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി അതിന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അഴിച്ച് മാറ്റുക, സെപ്പറേറ്റ് വയ്ക്കും. നമ്മളിനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ക്രൂസ് 4 നമ്മൾ കാണിച്ച 2 സ്ക്രൂസും 2 പിന്നും അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം അഴിച്ചെടുത്ത് മാറ്റി സേഫായിട്ട് വെക്കണം കേട്ടോ ഗൈസ്. ഇല്ലേ ലാസ്റ്റ് നമ്മൾ ചിലപ്പോൾ തേടി ഇറക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂസ് എല്ലാം അഴിച്ച് മാറ്റണം. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് അഴിക്കേണ്ടത്. സ്റ്റാർ സ്ക്രൂസ് ആണുള്ളത്, അത് 2 അഴിച്ച് മാറ്റുക. എന്നിട്ട് ഇനി പിന്നെ അഴിക്കേണ്ടത്, പിന്നെ അഴിക്കാൻ ജസ്റ്റ് അതിന് സെൻറ്ററിലൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ ഊരി കിട്ടും. ആ സെൻറ്ററിലൊന്ന് കുത്തി കൊടുക്കുക, എന്നിട്ട് പിന്നെ ഇത് വലിച്ചങ്ങ് ഊരി കിട്ടും. ഇതുപോലെ നമ്മൾ 2 പിന്ന് ഇതുപോലെ വരുന്നുണ്ട്, നോക്കിയറിയാം 2 പിന്ന് 2 സൈഡിലെ പിന്നെ ഒന്ന് ജസ്റ്റ് സെൻറ്ററിൽ കുത്തുക, എന്നിട്ട് അങ്ങ് ഊരി എടുക്കുക. 2 പിന്നുകളാണ്. അപ്പോൾ അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഗൈസ്. അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് ഇത് ഫ്രണ്ട് പോർഷനിലാണ്. ഫ്രണ്ട് പോർഷനിൽ ആ ബോക്സിൻ്റെ താഴെയുള്ള പോർഷനാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിക്ക് ഓരോ സൈഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് പറിച്ച് കളയണം. ആ സ്റ്റിക്കർ പറിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് പശയുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റിക്കർ അതിൻ്റെ മേലുള്ള കവറിങ് പൊളിച്ച് കളഞ്ഞാൽ, റെഡ് കവറിങ് ഉണ്ട്, ആ കവറിങ് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് പറിച്ചെടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് എവിടെയാണ് ഒട്ടിക്കുന്നത് വെച്ചാൽ ആ ഒരു പോർഷനിൽ താഴെ വയ്ക്കുകയാണെങ്കിലാണ് ഏറ്റവും വൃത്തി. അതായത് ബൾബ് കാണാണ്ട് ലൈറ്റ് മാത്രം ഫ്രണ്ടിലും കിട്ടാൻ പാകത്തിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും വൃത്തി. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്തേക്കാണ് വെക്കുന്നത്. ലൈറ്റ് കറക്റ്റ് ആ കാല് വയ്ക്കുന്ന പോർഷനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. നമ്മൾ ആ പോർഷൻ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഗൈസ്.
ഇളകി പോകരുത്, നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നല്ല പശയുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഒട്ടിക്കും. നമ്മൾ ഫ്രണ്ടിലിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഒട്ടിക്കണത്. അടുത്തത് ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ ഒട്ടിക്കണം. അത് സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയായിട്ട് അടുത്ത് ഒട്ടിക്കണം. നമുക്കത് സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെ ഇതുപോലത്തെ പോർഷൻ കിട്ടാം. ഇപ്പോൾ എല്ലാ വണ്ടിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ താഴെ പോർഷനുകൾ ഉണ്ടാവും ഫ്രീ ആയിട്ട് എടുക്കുന്നത്. അപ്പം മാക്സിമം നമ്മളെന്താ ബൾബ് നമ്മൾ നേരിട്ട് കാണുന്ന ലൈറ്റ് കാണാം ഇപ്പോൾ ഭാഗത്തിന് ഒട്ടിക്കുക. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയണം. ഇല്ല പിന്നെ നമ്മൾ പശ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ അത് മാറിയിട്ട് നന്നായി തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് നേരത്തെ പറിച്ച് കളഞ്ഞ പോലെ പറിച്ച് കളഞ്ഞിട്ട് അതങ്ങ് ഒട്ടിച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു തൊട്ടി നിൽക്കുന്നതാണ്. പിന്നെ ഇളകി പോകുന്നില്ല. അത്ര നല്ല സ്റ്റിക്കി ആയിട്ടുള്ള പശയാണുള്ളത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം ഒട്ടി കിട്ടും. അപ്പോൾ നമ്മളവിടെ ഒട്ടിച്ച ശേഷം ഇനി നമ്മൾ മറ്റേ ഈ വയറിൻ്റെ ലെങ്ത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ആ എയർ കൺട്രോളിൻ്റെ ആ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡ് അതാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് പോർഷനിൽ അതും അധികം ആരും കാണരുതല്ലോ, അതുകൊണ്ട് ഫ്രണ്ട് പോർഷനിൽ സെറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ IR മോട്ടറിൻ്റെ ഒരു റിമോട്ട്, അതായത് റിമോട്ട് സെൻസ് ചെയ്ത ഒരു സംഭവമുണ്ട്. ആ സംഭവം നമ്മൾ മേലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ദൂരെ നിന്നിട്ട് റിമോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ആ ബോർഡിൻ്റെ സ്ക്രൂ അയച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സെൻറ്ററിലെ ആ പോർഷൻ ഇളകി കിട്ടി, ലൂസായി കിട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ കയറ്റി വിടുവാണ്. പയ്യെ അതിനുള്ളിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ വയറിങ്ങനെ ബാക്കോട്ടുള്ള വയറിങ്ങനെ കയറ്റി വിടുകയാണ്. അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ മെത്തേഡായിരിക്കും. സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിക്കൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ പയ്യെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഫ്രണ്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ പയ്യെ വയർ കയറ്റി ഉള്ളിൽ നമുക്ക് പുറമേ വയർ കാണാതെ വൃത്തിയായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വയർ കാണാണ്ട് വൃത്തിയായിട്ട് ബാക്കോട്ട് പയ്യെ കൊണ്ടുപോവുക. നമുക്ക് അവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് അതിനുള്ളിൽ കയറ്റി വിടാൻ വേണ്ടി. സ്പേസ് തീരെ കുറവാണ് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് നമ്മൾ കയറ്റി വിടാൻ ശേഷം നമ്മൾ ബാക്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒട്ടിക്കുന്നത് എന്തായാലും സീറ്റിൻ്റെ അടിയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഏതാണോ അതിൻ്റെ അടിയിൽ വെച്ച് നോക്കുക എവിടെ ഏറ്റവും നല്ല സൂട്ടായിട്ട്. ബൾബ് പുറത്ത് കാണാണ്ട് ലൈറ്റ് മാത്രം കിട്ടാൻ പാകത്തിന്. അപ്പോൾ സൂട്ടായിട്ട് പോർഷൻ നോക്കുക. നന്നായി തുടച്ച് കളഞ്ഞ ശേഷം നമ്മൾ സ്റ്റിക്കർ വളച്ച് കളഞ്ഞിട്ട് നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിൽ ഒരു സൈഡ് ഒട്ടിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സീറ്റിൻ്റെ അടിയിൽ ഒട്ടിക്കാം. ഇതുപോലെ തന്നെ അടുത്ത സീറ്റിൻ്റെ അടിയിലും ഇതേപോലെ തന്നെ പോർഷനിലേക്ക് നമ്മൾ തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് സ്റ്റിക്കർ കുറച്ച് കളയുക. ഇത് നല്ലൊരു പോർഷൻ നോക്കിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അത് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ 4 ബൾബും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് 4 ബൾബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വയറൊക്കെ കാണാത്ത രീതിയിൽ എല്ലാത്തിൻ്റെ അടിയിൽ കൂടി എടുത്തു കൊടുക്കുക. ഇനി അത് അപ്പുറം നമ്മൾ നേരത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ ഇപ്പുറം സൈഡ് അതുപോലെ തന്നെ വയറിങ്ങിന് അടിയിൽ കൂടെ കൊടുക്കുക ഗൈസ്. അപ്പോൾ പിന്നെ വയറിങ് നമുക്ക് കാണില്ല. സെൻട്രൽ കൺസോളിലൂടെ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. വയർ പുറമേ കാണാൻ ഷോർട്ടാവാൻ സംഭവിക്കില്ല. അപ്പോൾ ഉള്ളിൽ കൂടെ കണ്ണം കയറ്റി വിടുക. അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ മെത്തേഡ് ആയിരിക്കട്ടെ സെൻട്രൽ പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ കയറ്റി വിട്ടിട്ട് കറക്റ്റ് ആ ഗ്യാപ്പിൽ കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഉള്ളിലേക്ക് കയറിയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഉള്ളിലേക്ക് അത് കയറിക്കോളും. കണ്ടാൽ കയറ്റി അങ്ങ് വിടുക. പിന്നെ കയറ്റി വിട്ടതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വയർ ഒട്ടും പുറത്തേക്ക് പോകരുത്. പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പോൾ ആൾക്കാർ കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ കാല് ടച്ച് ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മൾ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വലിച്ചിടുമ്പോഴത്തേക്കും അതിൻ്റെ റെയിലിൽ വന്ന് കുടുങ്ങിയിട്ട് വയർ കട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും വയർ നമ്മൾ ഇടുമ്പോഴത്തേക്കും മാക്സിമം പുറമേ ഒന്നും കാണാണ്ട് കറക്റ്റ് ഉള്ളിൽ കൂടെ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് അത് നമുക്ക് കഴിഞ്ഞാൽ വയറിങ്ങനെ എവിടെയും പുറത്ത് കാണാണ്ടോ ഇല്ല റെയിലിൽ കുടുങ്ങാണ്ട് കൃത്യമായിട്ട് ചെയ്തെടുക്കണം. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വയറിനകത്ത് ഇവിടെ റെയിലൊന്നും കുടുങ്ങില്ല. അതുപോലെ ബാക്കിയുള്ള വയർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി ഗൈസ്. നമ്മൾ രണ്ട് സൈഡും അതുപോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്തെടുക്കണം. രണ്ട് സൈഡും റെയിലൊന്നും കൊടുക്കാൻ. റെയിൽ എന്ന് പറയുന്നത് ആ സീറ്റ് മുമ്പോട്ടായിട്ടും മൂവ് ചെയ്യുന്ന സാധനത്തിന് റെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സാധനത്തിലൊന്നും കുടുങ്ങാണ്ട് കൃത്യമായിട്ട് ചെയ്തെടുക്കണം.
നിങ്ങൾക്ക് ചെറിയ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് പാർട്സും ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് വളരെ കുറഞ്ഞ കോസ്റ്റിൽ, ഇതിപ്പോൾ കുറേ പുതിയ ന്യൂ മോഡൽസ് വലിയ കാറിലൊക്കെ വരുന്ന സംഭവമാണ് ഇന്റീരിയർ ലൈറ്റ്. അതായത് ഇതിപ്പോൾ സോങ്ങിനനുസരിച്ചൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ തിരിച്ചത് ഇതുപോലെ തന്നെ സ്ക്രൂസ് എല്ലാം തിരിച്ച് ടൈറ്റ് ചെയ്ത് തരണം. എല്ലാ സ്ക്രൂസും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറേ എക്സ്ട്രാ വയറുണ്ട്. അപ്പോൾ അത് ലെങ്ത്ത് കൂടിയ ഞാൻ പറഞ്ഞ ലെങ്ത്ത് നല്ലോണമുള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വയർസ് കുറേ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആ പോർഷൻ, അതിൻ്റെ അടിയിൽ പോർഷനിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഞാനിത് പ്ലഗ് ചെയ്തു, ആ ഒരു IRൻ്റെ കൺട്രോളറിലേക്ക്, അതിൻ്റെ കൺട്രോളറിലേക്ക് ഇത് ചാർജിങ് പോർട്ടിൻ്റെ ആ സംഭവം കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് മൊബൈൽ ചാർജറിൽ, ഫോണിൻ്റെ കാറിൻ്റെ മൊബൈൽ ചാർജറുണ്ട്, ആ മൊബൈൽ ചാർജറിൻ്റെ പോർട്ടിലേക്ക് കുത്തി വയ്ക്കുക. ചാർജിങ് പോർട്ടിലേക്ക് കുത്തി വെച്ചു. എന്നിട്ട് നമുക്ക് ആ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, കണ്ടോ? സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ അവിടെ റെഡ് ലൈറ്റ് എത്തി, അതുപോലെ തന്നെ ലൈറ്റും മിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. റിമോട്ട് നമ്മളെടുത്തു. റിമോട്ടിൽ നമുക്ക് ബൾബ് കണ്ടു മാറ്റി കൊടുക്കും. കുറേ റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ഇങ്ങനെ കുറേ കളറുകളുണ്ട്. നമുക്ക് ഓരോ കളറും ടെസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാം വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെ, റെഡ് വർക്കിംഗ് ആണ്, എല്ലാ സൈഡും നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബൾബ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മാത്രമേ കാണൂ, ബൾബ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതകത്ത് ഗ്രീൻ വന്നു. നമുക്ക് ഓരോ കളർ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കുറേ കളറുകളുണ്ട്, കുറേ മോഡുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അതാണ് ഇതിൻ്റെ ഗുണം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ്, ഇപ്പോൾ ബ്ലൂ ഉണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള കളർ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഇതിനകത്തുണ്ട്. പിന്നെ 8 കളറുകൾ വരുന്നുണ്ട്, 8 ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഒരു LED സ്ട്രിപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 8 കളർ വെച്ച് നിങ്ങളുടെ കാറിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ അതിനകത്ത് കുറേ മ്യൂസിക് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, അതായത് കുറേ മോഡുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതുണ്ടോ, നിങ്ങൾക്ക് ഒരു ബൾബ് എങ്ങനെ കത്തണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കുറേ മോഡുകളുണ്ട്, 4 മോഡുകളുണ്ട്. ആ 4 മോഡുകൾ സെറ്റ് ചെയ്യുക. അതായത് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള മോഡുകളുണ്ട്. താഴെ കാണുന്ന ആ 4 മ്യൂസിക്കിൻ്റെ മോഡ്. അതായത് നിങ്ങളുടെ പാട്ട് ഇടുമ്പോഴത്തേക്ക് ആ സോങ്ങിനനുസരിച്ചൊക്കെ പാടുന്ന പ്ലേ ചെയ്യുന്ന മോഡുകളുണ്ട്. ഇപ്പോൾ DJ സോങ്സൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാട്ടിനനുസരിച്ചുള്ള ആക്ഷൻസ് എന്ത് കിട്ടും. നമ്മൾ ഇപ്പം നമുക്ക് സെറ്റ് ചെയ്യുന്ന റിമോട്ടിൽ 4ാമത്തെ മോഡാണ്. 4ാമത്തെ മോഡെന്ന് വെച്ചാൽ അത് സോങ് വരുമ്പോൾ മാത്രമേ പ്ലേ ചെയ്യുള്ളൂ ഗൈസ്. പാട്ട് വരുന്നു അപ്പം മാത്രമേ പ്ലേ ചെയ്യുന്നു. നോക്കാം എങ്ങനെയുണ്ടെന്ന്.